പ്രത്യേകിച്ച് മെസ്സി ഫാൻസ് കേരളയിലെയും ഒപ്പം തന്നെ അർജന്റീന ഫാൻസ് കേരളയിലും ഒക്കെ ഒരുപാട് ആരാധകരാണ് നമുക്കൊപ്പം ചേരുന്നത് അല്ലേ? വിശേഷങ്ങളിലേക്ക് പോവാം. ഉറപ്പായിട്ടും. കാരണം കുറച്ച് ആരാധകർ കൂടുതൽ അർജന്റീനയാണ് തോന്നുന്നത്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ എന്താ ലൈനപ്പ് വേണ്ടിട്ട് എന്താ തോന്നുന്നത്? ഒരു സംശയമില്ലോ അതിലല്ലേ? ഒരു സംശയമില്ല, ആരും എതിരില്ല എന്നുള്ളതാണ്. അവിടെ ഒരു ധൈര്യം കാണുന്നുണ്ട്. ഈ ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബ്രസീലിന്റെ ജേഴ്സി അണിഞ്ഞിട്ടാണ് നമ്മുടെ വിമൽ എത്തിയിട്ടുള്ളത്. എന്താണ് ഈ ധൈര്യത്തിന് പിന്നിലുള്ളൊരു? അർജന്റീന തോക്കണ കാണാൻ വേണ്ടി വന്നാ അത്രേ ഉള്ളൂ, വരല്ലേ? ക്ലിയർ അല്ല ശബ്ദം, ഒന്നും കൂടി. അർജന്റീന തോക്കണ കാണണം, അതിനെ ഫാൻസ് കരയണ കാണണം, അത്രേ ഉള്ളൂ. അവൻ കരയേണ്ടി വരും, ഉറപ്പല്ലേ? അതെ, വിമൽ കരയും, അത്രേ ഉള്ളൂ. വിമൽ ഇത് കുറേ ദിവസമായി പറയുന്നു. വിമലിനെ നമ്മൾ എല്ലാ ദിവസവും ആട്ടി വിടാറുണ്ട്, അത് ഇന്നും ആട്ടും, അത്രേ ഉള്ളൂ. മുഴുവൻ അർജന്റീന എന്നാ പറയുന്നത്. എവിടെ സ്പെയിൻ എത്തി? സ്പെയിന് തീർച്ചയായിട്ടും 2-0 സ്പെയിൻ. അല്ല, നമുക്ക് ഫാൻസിന് അർജന്റീന ആരാധകർ നമ്മുടെ അതിഥികളായി വന്ന ആളുകളാണല്ലോ. അപ്പോ ലേഡീസ് ഫസ്റ്റ്, എന്താ തോന്നുന്നത് ഇന്നത്തെ ഒരു ലൈനപ്പ് ഒക്കെ കണ്ടിട്ട്? എന്തായിരിക്കും സ്കലോണിയുടെ ഒരു തന്ത്രം? എന്തായാലും കപ്പ് നമ്മൾ തന്നെ അടിക്കും, അത് ഉറപ്പാണ്. സ്കലോണിയെ സംബന്ധിച്ച് ആദ്യം ഇപ്പോൾ സമനിലയിൽ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ അവസാനം സ്കോർ ബോർഡ് നമുക്ക് അനുകൂലമാക്കുക എന്നതാണ് സ്കലോണിയുടെ തന്ത്രം. പക്ഷേ സ്പെയിനെ പോലെ ഒരു ടീമിനെതിരെ ഒരു 70 മിനിറ്റിനൊക്കെ ശേഷം തിരിച്ചടിക്കാൻ പറ്റുമോ? തിരിച്ചടിക്കാനാണ് സ്കലോണിന്റെ സൂപ്പർ സബ് ഉള്ളത്. സോ സ്കലോണി നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ഉണ്ട്. സ്കലോണിയാണ് നമ്മൾ കോച്ച് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് കംബാക്ക് അടിക്കും. ഇപ്പോൾ സ്പെയിൻ ആണെങ്കിൽ ശരി, നമ്മൾ വേൾഡ് ചാമ്പ്യൻസ് ആണ്, ആ ഒരു സ്പിരിറ്റ് നമുക്കുണ്ട്. അതാണ്. അപ്പോൾ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എന്തായാലും 2 കൂടെ കാണാമല്ലോ. നിശ്ചയ സമയത്ത് തന്നെ സ്പെയിൻ 2-0 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമോ? 2-0? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കാണ്ടിരിക്കുക? നമ്മൾ ആദ്യം അറിയുന്നതാണ് അർജന്റീന കപ്പടിക്കും. എല്ലാവർക്കും ഉറപ്പാണ് ജയേഷ്. കാരണം മെസ്സി ഫാൻസ് കേരളയുടെ കരുത്തനായ സംഗീതം കൂടി ചേരുന്നുണ്ട്. സംഗീതം എന്താവും സ്കോർ? ഒരു 2-1 ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീന ഇപ്പോൾ വിങ്ങിലൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, യമാലിനെ പിടിക്കാൻ വേണ്ടി ഗോൺസാലസിനെ പോലെയുള്ള ആൾക്കാർ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ടാഗ്ലോഫിക്കോയും ഗോൺസാലസും കൂടി യമാലിനെ പൂട്ടും, അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ സ്പെയിന് സ്ട്രൈക്കർ ഇല്ല. ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഞാൻ കാണുന്നില്ല. ഇനി അബദ്ധവശാ പെഡ്രോപോറ എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്? ആകെ അടിക്കുന്നത് മറ്റേ ഒയർസബാലിന്. ഞങ്ങൾ ഫസ്റ്റ് 11 പോലും അർജന്റീനയിലാണെങ്കിൽ ഫസ്റ്റ് 11 ഇറക്കാത്തൊരു സ്ട്രൈക്കറാണ് സ്പെയിനിലൊരു സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത്. അത്രേ ഞങ്ങൾക്ക് പറയുള്ളൂ. ഞങ്ങളുടെ അറ്റാക്കിംഗ് നിര എന്ന് പറഞ്ഞാൽ ലൗത്തറോ മാർട്ടിനസും അൽവാരസും മെസ്സിനെ കവച്ച് വെക്കാൻ പറ്റുന്ന ഒരു അറ്റാക്കിംഗ് നിര സ്പെയിനില്ല. അതുണ്ടോ ചേട്ടാ? പറ. മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിക്കുന്നത് മിഡിൽ ഹോൾഡ് ചെയ്ത് കളിക്കാന്ന് പറഞ്ഞാൽ മെസ്സി ബാക്കിൽ ഇറങ്ങി വന്ന് നമുക്കൊരു അറ്റാക്കിംഗ് തേറിലോട്ട് ഒരു പാസ് മതി നമുക്ക് ഗോൾ അടിക്കാൻ വേണ്ടി. സ്പെയിനിന്റെ അങ്ങനെ അറ്റാക്കിംഗ് തേറിലോട്ട് പാസ് കൊടുത്തിട്ട് എത്ര ഗോൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഫ്രാൻസിനോട് കളിച്ച ശരി, മിഡിൽ നല്ല രീതിയിൽ കളിച്ചു. അറ്റാക്കിംഗ് തേറിലോട്ട് എത്ര പാസ് വന്നു സ്പെയിനിന്റെ? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അറ്റാക്കിംഗ് തേറിലോട്ട് വന്ന പാസുകളുടെ എണ്ണം വളരെ കുറവാണ്. സ്പെയിനിന് മിഡിലിട്ട് കളിക്കാൻ പറ്റും, ശരിയാണ്. 1000 പാസ് അടിക്കുന്നതിലല്ല കാര്യം. അറ്റാക്കിംഗ് തേറിലോട്ട് ആര് ബോൾ ഇടുന്നു, എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അറ്റാക്കിംഗ് തേറിലോട്ട് എന്നുള്ളതാണ്. നമുക്ക് യമാലുള്ളത് ഇന്ന് കാണാം, 2:30 കാണാം.